പറഞ്ഞോളൂ. ഹലോ, ഞാൻ വിളിച്ചിരിക്കുന്നത് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഓഫറിനെ കുറിച്ച് ഇൻഫോം ചെയ്യാൻ വേണ്ടിയാണ്. തിരക്കിലല്ലെങ്കിൽ അല്പം നേരം സംസാരിച്ചോട്ടെ സർ? പറഞ്ഞോളൂ. സംസാരിക്കുന്ന സാറിന്റെ നമ്പർ ഒന്ന് കൺഫേം ചെയ്യുകയാണ്. ഞാൻ പറയാം. 9 9846918598. സാറിന് ലഭിക്കേണ്ട ഓഫർ എന്ന് പറയുന്ന ഒരു ഡേറ്റ പാക്ക് ആണ്. ഓഫർ ചാർജ് വരിക 299 രൂപ മാത്രമേ വരികയുള്ളൂ. സാറിന് 1 GB അൺലിമിറ്റഡ് യൂസ് ചെയ്യുന്ന 3G പാക്കാണ് സാർ ലഭിക്കാം. 1 GB ശേഷം സാർ യൂസ് ചെയ്യുന്നെങ്കിൽ സാറിന് 64 KB/s സ്പീഡ് റെഡ്യൂസ് ആവുന്നതാണ്. ചാർജ് വരികയില്ല. എന്താണ് സർ? രണ്ടാമത് പറഞ്ഞ 299 രൂപയ്ക്ക് 1 GB അൺലിമിറ്റഡ് യൂസ് ചെയ്യുന്ന 3G പാക്കാണ് സാർ ലഭിക്കാം. ശരി. 1 GB ശേഷം സാർ യൂസ് ചെയ്യണമെങ്കിൽ സാർ 64 KB/s സ്പീഡ് റെഡ്യൂസ് ആവുന്നതാണ്. സാറിന് എക്സ്ട്രാ ചാർജ് വരത്തില്ല. ഓഫർ ചാർജ് എന്ന് പറയുന്നത് 299 രൂപ മാത്രമേ വരികയുള്ളൂ. നോർമൽ കേസ് ആണെങ്കിൽ 10 KBക്ക് 4 പൈസ എന്ന നിരക്കിൽ ചാർജ് വരും. അതായത് 1 MBക്ക് 4 രൂപ എന്ന നിരക്കിൽ ചാർജ് വരുന്നതല്ലേ. അപ്പൊ ഇതാകുമ്പോ എന്തുകൊണ്ടും ബെറ്ററാണ്. ഇപ്പൊ ഒരു മാസം ചെയ്തിട്ട് വേണ്ട എന്നാണെങ്കിൽ 198 വിളിച്ച് ഡീആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിലവിൽ ലഭിക്കുന്ന ചെയ്തിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത് 199 രൂപയാണ് അല്ലേ? ശരി, ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യണ ഏതാ പ്ലാൻ? എന്താണ് സർ? ഞാൻ ഇപ്പൊ എന്തോ ഒരു പ്ലാൻ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. 549 പ്ലാൻ സെർച്ച് ചെയ്തിട്ടുണ്ടല്ലേ? എനിക്ക് ഏതോ ഒരു പ്ലാൻ ഉണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതെ, 549 പ്ലാനാണ് സെർച്ച് ചെയ്തിരിക്കുന്നത്. അല്ല, നിങ്ങളിപ്പോ ഡേറ്റയുടെ പ്ലാനാണോ പറയുന്നത്, ടാരിഫ് പ്ലാനാണോ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഒരു ഡേറ്റ പാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഡേറ്റ പാക്കിന് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, 199 അല്ലേ സെർച്ച് ചെയ്തിരിക്കുന്നത്. സാർ ഒരു 100 രൂപയുടെ വീഡിയോയാണെങ്കിൽ സാറിന് 3G ചെയ്തുകൂടെ? നിങ്ങൾക്ക് എവിടെയാ 3G ഉള്ളത്? എന്താണ് സർ? നിങ്ങൾക്ക് എവിടെയാ 3G കവറേജ് ഉള്ളത്? എന്താണ് സർ, സാറിന് 3G കിട്ടുന്നില്ലേ? എവിടെന്ന്? സർ ഇത് എവിടെയാണ്? സ്ഥലം ഇത് എവിടെയാണ്? ഞാൻ തിരുവനന്തപുരം സിറ്റിക്കകത്തും വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്തും. എവിടെയാ സർ? വെമ്പായം. നിങ്ങളെവിടെ താമസിക്കണ? അല്ല, നിങ്ങളെ ഓഫീസ്? സർ ഇത് എറണാകുളമാണ്. സർ ഇത് സ്ഥലം എവിടെയാണ്? വെമ്പായം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എറണാകുളം താമസിക്കുന്ന ആളിന്? ഓക്കെ സാർ, ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ സാറിന് 3G അവൈലബിൾ അല്ലേ സാറിന്? അവൈലബിൾ ആണോ? ഞാൻ ഇപ്പൊ സെക്രട്ടേറിയറ്റിന് അടുത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും കിട്ടിയത്. ഓക്കെ, സാറിന് നോക്കുമ്പോൾ സാറിന് 3G അവൈലബിൾ ഉണ്ടോ? വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്ത് 3G കിട്ടുന്നില്ല. അതുപോലെ നിങ്ങൾ ഐഡിയ കാറിന്റെ റെന്റിന് വാങ്ങിച്ച സാധനത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത നെറ്റല്ലേ ഇടുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ 3G ഇല്ല, വോഡാഫോണിന് 3G ഇല്ല. ഐഡിയ കാറിൽ നിന്ന് ഇരവാണുങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അയാളുള്ളത് 100 സ്പീഡ് അയാൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് 20-30 സ്പീഡേ കിട്ടുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ സാർ. വിഷമമുണ്ടോ? കേൾക്കുന്നതിൽ വിഷമമുണ്ടോ? ഹലോ മാഡം. പറഞ്ഞോളൂ സാർ, കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. അതെ, ഞാൻ പറയുന്നതിന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഹലോ സാർ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? ഞാൻ പറഞ്ഞത് തെറ്റാണോ? ഹലോ, ഭംഗിന്നാണ് തോന്നുന്നത്. ഒരു വോഡഫോണും ഐഡിയകളുള്ള ടൈപ്പാണ് സാർ. അവരോട് ചേർന്നിട്ടുള്ളതാണ് 3G കവറേജ് വരുന്നത് സാറിന് നോർമലി. അയ്യപ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് 2 കാറുണ്ട്. ഒരാളിനെ കൊടുക്കണമെങ്കിൽ ഞാൻ പഴയ കാറിലേ കൊടുക്കും, വലുവ് കുറഞ്ഞ കാറിലേ കൊടുക്കുള്ളൂ. അതേപോലെ അവർ നെറ്റിന്റെ ബ്രാൻഡ് നിങ്ങൾക്ക് തരുള്ളൂ. ഹലോ, സാറിന് ഓഫർ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ ചോദിക്കണ ഇപ്പൊ ഞാൻ എത്ര അടക്കണം? 299. ഞാൻ യഥാർത്ഥത്തിൽ നെറ്റൊക്കെ എടുക്കാം, പക്ഷെ ഞാൻ പറഞ്ഞതിന് ഉത്തരം തന്നില്ല. ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. എങ്കിലും നമുക്ക് ആ സംശയം ദൂരീകരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് സാർ? അതായത് ഐഡിയക്കാർ അവര് സെക്കൻഡ് ഹാൻഡ് സാധനമാണ് നമുക്ക് തരുന്നത്. അതിന്റെ നെറ്റിന്റെ സ്ലോ നിങ്ങൾക്കുണ്ടാവും. രണ്ടും ഒരേ. പിന്നെ ഹലോ സാർ. സാർ കേൾക്കാമോ? സത്യമായിട്ടും കേൾക്കാം. നിങ്ങളല്ലേ മിണ്ടായിരിക്കണം. അതായത് വോഡഫോണും ഐഡിയകളുടെ ടൈപ്പാണ് സാറിന് 3G കവറേജ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ ആദ്യം തന്നെ ഒരേ ഫീൽഡിൽ മത്സരിച്ച് നിൽക്കുന്ന 2 കമ്പനികൾ.
അതിപ്പോ നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് അവര് സ്വാധീനമുള്ളതുകൊണ്ട് അവര് മേടിച്ചു സാധനം. നിങ്ങൾ അമേരിക്കൻ കമ്പനി, അവര് ഇന്ത്യൻ കമ്പനി. അവന്മാര് പൈസ എറിഞ്ഞ് സാധനം മേടിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ കുറച്ച് ബാക്കി മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് 2 കാറോ 2 ആട്ടോയോ ഉണ്ട്. നമ്മൾ ഒരാൾക്ക് വെളിയിൽ കൊടുക്കുകയാണെങ്കിൽ വെറും ആക്രി ആട്ടോയെ കൊടുക്കുള്ളൂ. അതേപോലെ നെറ്റിന്റെ ഏറ്റവും ലോക്കൽ സാധനം നിങ്ങൾക്ക് തന്നു. ആ നെറ്റ് നമ്മളെപ്പോലുള്ള ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ഒരു റേഞ്ചും കിട്ടൂല. അതാണ് സത്യം. ഞാൻ എന്തായാലും വോഡാഫോൺ അഗാധമായി സ്നേഹിക്കുന്നതുകൊണ്ടും 10-12 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും ഞാൻ എന്തായാലും പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു പാക്ക് യൂസ് ചെയ്യുന്നുണ്ട് 299 അല്ലേ, അത് 2GB 199 2G 3G 2GB ആണ് സാർ യൂസ് ചെയ്യുന്നത് അല്ലേ? 2GB യൂസ് ചെയ്യുന്നു. 2GB 2G യൂസ് ചെയ്യുന്നുണ്ട് 199. ഞാനിതിനെ 3G ആക്കി എന്തെങ്കിലും സ്പീഡ് കിട്ടുമോ? സത്യം പറയും. 3G സ്പീഡ് കിട്ടുന്നതാണ് സാറിന്. 1GB വരെ സാറിന് 3G യൂസ് ചെയ്യാനാണ്. അതിനുശേഷം 2G സ്പീഡ് ആയിരിക്കും. വെമ്പായോ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ കുറച്ചേ കിട്ടണുള്ളൂ. അത് 3G അങ്ങനെ ഇങ്ങനെ കിട്ടുന്നില്ല. അതേസമയം ഐഡിയ കിട്ടാൻ കുറച്ച് സ്പീഡുണ്ട്. എനിക്ക് ചില സമയത്തൊക്കെ ഈ പാട്ടും വീഡിയോസൊക്കെ ഡൗൺലോഡ് ആവണം എന്ത് സമയം എടുത്തിട്ടെന്ന് അറിയാം. 3G ഉറപ്പാണെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അത് നിങ്ങളൊരു ഗ്യാരണ്ടി പറയണം. മിണ്ടാതേക്കല്ലേ, പറയും. സാറിന് ഓഫർ ചെയ്യാൻ താല്പര്യമുണ്ട് സാർ? നമ്മൾ ഒരു ഓഫർ എടുക്കുമ്പോഴേ അതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ 100 രൂപയുടെ കേസല്ലേ. ഓക്കെ, ഇപ്പൊ സാറിന് 1GB വരെ സാറിന് 3G യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷമാണെങ്കിൽ സാറിന് 64 kbps സ്പീഡ് റെഡ്യൂസ് കുറയുന്ന കൂടുന്ന കുറയുന്നതാണ് സാർ, റെഡ്യൂസ് ആവുന്നതാണ്. 2G സ്പീഡ് 1GBക്ക് ശേഷമാണ്. ഇപ്പൊ നോർമൽ കേസ് വരുവാണെങ്കിൽ 10 KBക്ക് 4 പൈസ നിരക്കിൽ ചാർജ് വരത്തില്ലേ? ഇതാകുമ്പോൾ 1 MBക്ക് 4 നിരക്കിൽ ചാർജ് വരുന്നതാണ്. പക്ഷെ ഇതാകുമ്പോൾ സാറിന് ചാർജ് ഒന്നും വരത്തില്ല. 299 രൂപ മാത്രമേ വരത്തുള്ളൂ. ആക്ച്വലി നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതെടുത്ത് എനിക്ക് ഗുണം ഉണ്ടാവും. സാർ ഒരു മാസം ചെയ്യുക. സാറിന് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കുന്നതാണ്. ഇല്ല എന്നാണെങ്കിൽ സാറിന് 198 വിളിച്ച് ഡീആക്ടിവേഷൻ ചെയ്യാം. പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പറയും എനിക്കിത് ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം. സാറിന് ബെനിഫിറ്റ് ഉള്ള ഓഫറായത് കൊണ്ടല്ല ഇൻഫോം ചെയ്തത്. അപ്പൊ സാർ 1 മാസം ചെയ്തിട്ട് താല്പര്യമില്ല എന്നാണെങ്കിൽ 198 വിളിച്ച് ഡീആക്ടിവേഷൻ ചെയ്തോളൂ. കസ്റ്റമർക്ക് വിളിച്ചിട്ട് കിട്ടണ്ട, പിന്നെ 198 ഡീആക്ടിവേറ്റ് ചെയ്യാൻ വിളിച്ചാൽ കിട്ടണത്. ഹലോ പറഞ്ഞോളൂ സാർ, കേൾക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. സാറിന് ഇപ്പൊ ഓഫർ ചെയ്യാൻ താല്പര്യമില്ലേ? ഇല്ല, ഈ 100 രൂപ മാസം അധികം തന്നിട്ട് ഈ നെറ്റും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി കസ്റ്റമർ കെയറിൽ വിളിക്കുന്ന പാട് തന്നെ ഞാൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകളായി ഈ വോഡാഫോണിനൊക്കെ അനുഭവിച്ചെന്നറിയാം. പിന്നെ നമ്മളൊരു കുടുംബം പോലെ കഴിഞ്ഞ് പോകണമെന്ന് മാത്രം ഞാൻ വീണ്ടും ഇത് തുടരണമെന്നേ ഉള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ വെളിയിൽ പറയണ മോശം. ഓക്കെ സാർ, കൂടുതൽ ഓഫറിനെ കുറിച്ചാണെങ്കിൽ 121 ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളെ പേര് പറഞ്ഞിട്ടേക്ക്. സർ ശ്രീലക്ഷ്മിയാണ് സർ. ഇനി അങ്ങോട്ട് വിളിച്ചിട്ട് ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പേര് ചോദിച്ചാൽ അവിടെ ആരെങ്കിലും കണക്ട് ചെയ്ത് തരുമോ? അങ്ങനെയില്ല സർ, 198 വിളിച്ചാൽ മതി. അതായത് ഇത് ഞാൻ ഈ പാക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത്ര സംസാരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അതിന്റെ കമ്മീഷനോ അതിന്റെ ഒരു ബെനിഫിറ്റോ കിട്ടണം, അല്ലെങ്കിൽ അതിന്റെ ഒരു പോയിന്റോ മാർക്കോ കിട്ടണം. അല്ല ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഏതെങ്കിലും സതീശോ വിനീഷോ ഒക്കെ എടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ കിട്ടുമെങ്കിൽ ആലോചിക്കാം. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് എനിക്ക് ആലോചിക്കേണ്ട ഒരു സമയം വേണം. വീട്ടിൽ ഭാര്യ അടുത്തൊക്കെ ചോദിക്കണം, അല്ലെ അവളെ വഴക്കുള്ളൂ. ഓക്കെ സാർ, കൂടുതൽ ഓഫറിനെ കുറിച്ചാണെങ്കിൽ 121 ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാനാണ്. കൂടാതെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 198 വിളിക്കാനാണ് സാർ. കൂടാതെ ഒരു ഇൻഫോർമേഷൻ തരാനുള്ളത്, ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറും SMS നമ്പറായ 111 ചേഞ്ച് ആയിട്ടുണ്ട്. അത് 199 ആണ്. കസ്റ്റമർ എക്സിക്യൂട്ടീവ് മാറിയാ അതെ 3 മാറിയാ 111 ചേഞ്ച് ആയിട്ട് 199 ആയിട്ട്. ഇതാണ് നിങ്ങൾക്കൊരു അത് മിക്കവാറും ഐഡിയക്ക് കൊടുത്തായിരിക്കും. 3 ഇതുപോലെ നമ്പർ ആർക്കെങ്കിലും കിട്ടോ ഊട്ടി നിങ്ങൾ ഇതൊക്കെ മാറ്റാൻ നിന്ന. ഇപ്പൊ അതാ ഏത് കമ്പനിക്ക് പോയത്? ഹലോ 199 ആണ് സർ. ഇനി 199 വിളിക്കണം. അതെ, അതിനേക്കാൾ നിങ്ങൾ 108 നല്ല നമ്പറും കൊണ്ട് കളഞ്ഞിട്ട് നിൽക്കുന്നു. നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തത്? മറുപടി ഉണ്ടാ ഇതിനേക്കാൾ? നമ്മളെ 12 വർഷം കൊണ്ട് ഇത് യൂസ് ചെയ്യുന്നത് തന്നെ കസ്റ്റമർക്ക് നമ്പർ ഓർമ്മിച്ചിരിക്കാൻ എളുപ്പമാകൊണ്ടാണ് 3 അടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ കിടന്ന് 100 എത്ര
19? 199 സർ. ആരെങ്കിലും കിട്ടുവായിട്ടാണോ? എന്ത് ഈ പ്രശ്നം ഇങ്ങനെ മാറാൻ കാരണം എന്ത്? പത്രത്തിൽ പോലും വാർത്ത കണ്ടില്ലല്ലോ. സർ അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു സർ. സീരിയലിന്റെ ഇടയ്ക്കൊക്കെ പരസ്യം ഉണ്ടായിരുന്ന? മിണ്ടാത്തെന്ത്? ലക്ഷ്മി സർ പറഞ്ഞോളൂ സർ. മിണ്ടാത്തെന്ത്? സർ ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു സർ. അത് അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നല്ലോ സർ. നിങ്ങൾ എത്ര കോടതി കൊടുത്ത് പരസ്യം കൊടുക്കണം? ഫോണിൽ മെസ്സേജ് വന്നിരുന്നില്ലേ സാറിന്? ഇംഗ്ലീഷിലല്ലേ വന്നത്? ഇംഗ്ലീഷിലല്ലേ അയക്കണ? ഈ കുട്ടി ഒന്നും ഇല്ലല്ലോ. 111 ചേഞ്ച് ആയിട്ട് 199 ആണ് സർ ഇപ്പോ നിലവില്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി. രാവിലെയൊന്നും ചെയ്യല്ലേ എന്നെ? ഹലോ മിണ്ടൂലേ? ശ്രീലക്ഷ്മി ഓക്കെ പറഞ്ഞോളൂ സർ. വേറെ ഒന്നുമില്ല. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഒരു റെസ്പോൺസും ഇല്ലാത്ത ഒരു കസ്റ്റമർ കയറി മെസ്സേജ് വരുമ്പോൾ നോ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കും.